ശാന്തി. തൻ്റെ ലൈഫിൽ സന്തോഷം വേണമെന്നും എല്ലാവർക്കും സന്തോഷം കൊടുക്കണം, എല്ലാവരും ഹാപ്പിയാക്കി വെക്കണം, ഞാനും ഹാപ്പി ആവണം എന്നാഗ്രഹിക്കാത്ത ആരുമില്ലല്ലോ. ശരിയല്ലേ? കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, ഒപ്പം കിട്ടണം എന്നാഗ്രഹിക്കുന്നു മനുഷ്യന്മാർ. എന്നാലോ ഒരു പരമമായിരിക്കുന്ന സീക്രറ്റ്, നമ്മുടെ ഉള്ളിലില്ലാത്തൊരു സാധനം നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എൻ്റെ മനസ്സിൽ ടെൻഷനും സങ്കടവും എല്ലാം നിറച്ച് വെച്ചിട്ട് എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ എൻ്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നത്, എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്നൊക്കെ എന്നോട് പലരും പറയാറുണ്ട്. പക്ഷേ അങ്ങനെ പറയുന്നവർ മറന്നു പോകുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഉള്ളിൽ നിറച്ചും ടെൻഷനാണെങ്കിൽ, വറിയാണെങ്കിൽ, ഫിയർ ആണെങ്കിൽ, അമർഷാണെങ്കിൽ, ആശങ്കയാണെങ്കിൽ ഒരിക്കലും എനിക്ക് ഹാപ്പിനെസ്സിൻ്റെ വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് ആദ്യം നമ്മളെ തന്നെയാണ് നമ്മൾ സുഖപ്പെടുത്തേണ്ടത്. നമ്മുടെ ഉള്ളിലാണ് എനർജി നിറയ്ക്കേണ്ടത്, നമ്മളെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. നമ്മളെ ആദരിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ ഭൂമിയിൽ ഈശ്വരൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ഓരോ ജീവാത്മാവിൻ്റെ ഉള്ളിലും 7 ഗുണം സമൃദ്ധമാണ്. ജ്ഞാനം, സ്നേഹം, ശാന്തി, ശക്തി, പവിത്രത, കരുണ, ആനന്ദം. ഈ 7 ഗുണങ്ങൾ ആത്മാവിൻ്റെ ഒറിജിനൽ സംസ്കാരമാണ്. ഒറിജിനലായിരിക്കുന്ന സംസ്കാരം എന്തോ അതാണ് സത്യം, അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ അതുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയാത്തിടത്തോളം, നിങ്ങൾക്കറിയാലോ, ഒരു രത്നക്കല്ലിനെ തുടയ്ക്കാത്തിടത്തോളം അതിൻ്റെ പ്രഭ പുറത്തേക്ക് വരില്ല. അതുകൊണ്ട് സ്വന്തം ഉള്ളിലുള്ളതായിരിക്കുന്ന അഴുക്കിന് ഇല്ലാതാക്കാൻ, സ്വന്തം ഉള്ളിലെ പ്രഭയെ പുറത്തു കൊണ്ടുവരാൻ തീർച്ചയായും നമ്മൾ പരിശ്രമിച്ചേ പറ്റൂ. അതിനുള്ള മെത്തേഡാണ് മെഡിറ്റേഷൻ. അതുകൊണ്ട് നിങ്ങളുടെ ഫാമിലീനെ ഹാപ്പിയാക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്വയം സന്തോഷമായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സന്തോഷമായിരിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കുറച്ച് സമയം സൈലൻസിലിരിക്കാൻ, കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യാൻ, കുറച്ച് സമയം നമ്മളെ ആ പരമാത്മാവായിട്ടുള്ള ലിങ്കിൽ കൊണ്ടുവരാൻ, ആ പരമശക്തിയിൽ നിന്നുള്ളതായിട്ടുള്ള ഊർജ്ജത്തെ നിറയ്ക്കാൻ, ആ സ്നേഹസാഗരത്തിൽ അലിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് വിദീർണമാക്കാൻ, ആ ശാന്തി സാഗരനിൽ അലിഞ്ഞുകൊണ്ട് ആ ശാന്തിയുടെ അഗാധമായിരിക്കുന്ന അനുഭൂതിയിൽ അലിഞ്ഞു ചേരാൻ, ആ സർവശക്തിവാൻ്റെ ശക്തിയെ നമ്മളിലേക്ക് ആവാഹിക്കാൻ, ഇതിനൊക്കെയുള്ളതായിരിക്കുന്ന പ്രക്രിയയാണ് മെഡിറ്റേഷൻ. അതുകൊണ്ട് എൻ്റെ ഉള്ളിലുള്ള സാധനം എനിക്ക് പുറത്ത് കൊടുക്കാൻ പറ്റൂ. ഒരു കമ്പനിയുടെ ആ അതോറിറ്റി ആയിരിക്കുന്ന ആൾ, MD ആയിരിക്കുന്ന ആൾ എന്താണോ അവരുടെ മെൻ്റൽ സ്റ്റേജ്, എന്താണോ അവരുടെ ഹാപ്പിനെസ്സിൻ്റെ സ്റ്റേജ്, എന്താണോ അവരുടെ മോട്ടിവേഷൻ്റെ സ്റ്റേജ്, സ്വാഭാവികമായും ആ ഓർഗനൈസേഷൻ്റെ സ്റ്റേജ് ആ ലെവൽ വരെ എത്താറുള്ളൂ. ഒരു കുടുംബത്തിലെ കുടുംബനാഥനും കുടുംബനാഥയായിരിക്കുന്ന അച്ഛനും അമ്മയും, ആ കുടുംബമാകുന്ന കമ്പനിയുടെ ക്യാപ്റ്റനും അസിസ്റ്റൻറ്റ് ക്യാപ്റ്റനും, അവരുടെ സംസ്കാരം അതിൻ്റെ റിഫ്ലക്ഷനായിരിക്കും അവരുടെ കുട്ടികൾ. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ നന്നാക്കി വയ്ക്കാൻ, നമ്മുടെ സമൂഹത്തെ നന്നാക്കി വയ്ക്കാൻ, നമ്മൾ ഉൾപ്പെട്ട സമൂഹത്തിൽ നമ്മളെ കൊണ്ട് ദാനം കൊടുക്കാൻ, എന്നും നല്ലത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി സ്വയം നന്നാവാൻ കുറച്ച് സമയം. അതുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ ഇല്ല സമയമെന്ന് പറയരുത്. മെഡിറ്റേഷൻ ചെയ്യാൻ എനിക്കറിയില്ല എന്ന് പറയരുത്. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ വാതിലുകൾ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിക്കൊണ്ട് പഠിക്കാൻ സാധിക്കും. പോകണം, പഠിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം, എനർജി നിറയ്ക്കണം, ആ ശാന്തി, ആ സുഖം, ആ ആനന്ദം, ആ ശക്തി അനുഭവിക്കൂ. അതിലവനവന് ആദരവുള്ളവരായി മാറൂ. നമ്മളെ ആദരിക്കുന്നവർക്ക് മറ്റുള്ളവരെ ആദരിക്കാൻ സാധിക്കും. അന്യോന്യം ആദരവുണ്ടോ, അവിടെ ലവ് ഉണ്ട്, അവിടെ കെയർ ഉണ്ട്, അവിടെ ഷെയറിങ് ഉണ്ട്, അവിടെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് ജീവിതത്തെ ഹാപ്പിയാക്കാൻ തീർച്ചയായിട്ടും മെഡിറ്റേറ്റ് ചെയ്യാൻ മറക്കരുത്. ദിവസം 15 മിനിറ്റ്സ് മിനിമം നിങ്ങൾക്ക് വേണ്ടി. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബം, നിങ്ങളും നിങ്ങളുടെ ഓഫീസും നമ്മുടെ നാടും ഹാപ്പിയസ്റ്റ് ആവും. തീർച്ചയായും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കട്ടെ. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.